ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശ്രീഭൂതബലിയുള്ള ദിവസങ്ങൾ ഒന്ന് പറയോ, അതുപോലെ തന്നെ ഉദയാസ്തമന പൂജ ഉള്ള ദിവസം ഏതൊക്കെയാണ് എന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ സാധാരണയായി ഉദയാസ്തമന പൂജ ഉണ്ടാവാറ് കേട്ടോ. ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും പബ്ലിക് ഹോളിഡേ വരികയാണെങ്കിൽ അന്നത്തെ ദിവസം ഉണ്ടാവുന്നതല്ല. പിന്നെ അതുപോലെ സ്കൂൾ വെക്കേഷന്റെ സമയത്ത് ഉണ്ടാവുന്നതല്ല, മണ്ഡലകാലത്തൊന്നും ഉണ്ടാവുന്നതല്ല കേട്ടോ. അപ്പോൾ ഈ ഉദയാസ്തമന പൂജ കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസം തിങ്കളാഴ്ച ഉദയാസ്തമന പൂജ ഉണ്ടെങ്കിൽ ചൊവ്വാഴ്ച ഈ ഉദയാസ്തമന പൂജയുടെ ഭാഗമായിട്ടുള്ള ശ്രീഭൂതബലി ചടങ്ങ് പിറ്റേ ദിവസം ദീപാരാധനയ്ക്ക് ശേഷമാണ് ഉണ്ടാവാറുള്ളത്. ഏകദേശം ഒരു സമയം പറയുകയാണെങ്കിൽ സന്ധ്യാസമയത്ത് 7 മണിയോട് കൂടിയിട്ടാണ് കേട്ടോ ഉണ്ടാവാറുള്ളത്. ശ്രീഭൂതബലി എന്ന് പറയുന്നത് ശ്രീവേലിയുടെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ആണ് കേട്ടോ. ശ്രീവേലിയേക്കാൾ ഒരു പ്രദക്ഷിണം കൂടുതലാണ് ശ്രീഭൂതബലിക്ക്. 4 പ്രദക്ഷിണാണ് ശ്രീഭൂതബലിക്ക് വരുന്നത്. 4ാമത്തെ പ്രദക്ഷിണം ഓട്ടപ്രദക്ഷിണാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഹവിസ് കയ്യിൽ പിടിച്ച് കൊടിമരച്ചോട്ടിൽ നിന്ന് ഒറ്റ ശ്വാസത്തിന് ഓടി വരുന്ന ആ ഓദിക്കനെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. അങ്ങനെയാണ് ശ്രീഭൂതബലിയുടെ അവസാനത്തെ ചടങ്ങ് വരുന്നത്. ശ്രീഭൂതബലി കാണാൻ ഒരുപാട് പേർക്ക് ഇഷ്ടമുണ്ടെന്ന് അറിയാം കേട്ടോ. എനിക്കും ശ്രീഭൂതബലി ഭയങ്കര ഇഷ്ടമുള്ളൊരു ചടങ്ങാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ. അപ്പോൾ ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലാണ് ശ്രീഭൂതബലി ഉണ്ടാവാറ് കേട്ടോ. ഉദയാസ്തമന പൂജ ഉണ്ടെങ്കിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഉദയാസ്തമന പൂജ ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. ഇതിൽ മുടക്ക് വരുന്ന ദിവസങ്ങളിൽ പൂജ ഉണ്ടാവാറില്ല കേട്ടോ. അപ്പൊ അതൊന്ന് നോക്കിയിട്ട് വന്നോളൂ, നിങ്ങൾക്ക് ശ്രീഭൂതബലി ചടങ്ങ് കാണാവുന്നതാണ് കേട്ടോ. ഇപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.